കെ.ടി. ജലീലിന് പെരിന്തൽമണ്ണയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് പെരിന്തൽമണ്ണ ഏറെക്കുറെ പിടിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കും കുറേ താങ്കളെ സംബന്ധിച്ച് പറയാനും ഉണ്ട്. അതുകൊണ്ട് കെ.ടി. ജലീലെ, പെരിന്തൽമണ്ണയിൽ മത്സരിക്കാൻ താങ്കൾക്ക് സ്വാഗതം. കാരണം 100% എനിക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. താങ്കൾക്ക് EMSൻ്റെ സ്വർഗം മതിയെന്നുള്ളത്. താങ്കൾ റിയാസ് വീണിനെ കല്യാണം കഴിച്ചപ്പോൾ അത് സൈനബ് റളിയല്ലാഹു അൻഹുവിനോട് സാദൃശ്യപ്പെടുത്തി തുല്യപ്പെടുത്തി അതുപോലത്തെ ഒരു കല്യാണമാണ്, നല്ല കല്യാണമാണെന്ന് മുസ്ലിങ്ങളോട് വിളിച്ചു പറഞ്ഞ കെ.ടി. ജലീലെ, നിനക്ക് പെരിന്തൽമണ്ണയിൽ ഇവിടെ തികച്ചും ഒരു മറുപടിയുണ്ട്. അതുകൊണ്ട് സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ മുസ്ലിംമാർ ഉസ്സിറാത്തു ഹഖുൻ, സിറാത്തുൽ മുസ്തഖീം സത്യമാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നീ നിൻ്റെ നിലപാട് വിശദീകരിച്ചപ്പോൾ ദീനിന് 100% എതിരാണ്. അതും ഇവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ നാടായ പെരിന്തൽമണ്ണയിലേക്ക് നിനക്ക് സ്വാഗതം. നിൻ്റെ കൂടെ കൂടുതൽ ആവശ്യക്കാരനായ സഖാവ് മുക്കം ഉമർ ഫൈസിയെയും അതുപോലെ തന്നെ നിന്നെ ആവശ്യക്കാരനായ അമ്പലക്കടവിനെയും നീ കൂട്ടി വാ. അങ്ങനെ പെരിന്തൽമണ്ണയിൽ നമുക്കൊരു മത്സരം കാഴ്ചവെക്കാം. നീ ആദ്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ സിമിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ സിമി എന്ന സംഘടനയെ വഞ്ചിച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു. കുറേ കാലം നിനക്ക് വേണ്ടത്ര അധികാരങ്ങൾ കിട്ടാതെ വന്നപ്പോൾ നീ എന്ത് കാട്ടി? മുസ്ലിം ലീഗിനെ വഞ്ചിച്ചിട്ട് ഇടതുപക്ഷത്തിലേക്ക് പോയി. ഇടതുപക്ഷ സ്വതന്ത്രനാണെങ്കിലും നീ ഒരു പിണറായി വിജയൻ്റെ റാമുളിയാണ്. ഏതാ പിണറായി വിജയൻ? ഈയിടെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ ധാരാളം ആളുകൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? എന്നാൽ നിനക്കും അവനും ഒക്കെ BJP അങ്ങ് ആയിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. വെള്ളാപ്പള്ളി ആദ്യം കാന്തപുരത്തിൻ്റെ സ്ഥാപനത്തിന് ആക്ഷേപിച്ചു, രണ്ടാമത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചപ്പോൾ നിൻ്റെ നീണ്ട വലിയ നാവ് എവിടെയായിരുന്നു? ഇതും നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്.